ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ വീണ്ടും എത്തി കേട്ടോ. ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് പോത്തിന്റെ എല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നത് കറി വെക്കാനായിട്ട് പോവാം. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാക്കൊത്തുണ്ട്, തേങ്ങ അരിഞ്ഞു വെച്ചേക്കുക. ഒരു 3 സവോള ഞാൻ എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, ഇച്ചിരി ഏറെ ഇഞ്ചിയുണ്ട്. പിന്നെ കരിയാപ്പില, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോ ഉണ്ട്, മല്ലിയിലയുണ്ട്. പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ നമുക്ക് കടുകിടാം. കടുക് പൊട്ടുന്നുണ്ട്. ഇനി നമുക്കൊരു ശകലം ജീരകം ഇടാം. ഇനി നമുക്ക് ഇച്ചിരി പെരുംജീരകം ഇടാം. ഇനി നമുക്ക് തേങ്ങ ഇടാം. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇതൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് അടുത്തതിടാം. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഞാൻ കുഞ്ഞായിട്ട് കുത്തി അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇച്ചിരി ഏറെ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ എത്ര വേണോ അത്രയും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ സവോള അരിഞ്ഞിടുക. ഞാൻ 3 സവോള എടുത്തിട്ടുണ്ട്. കരിയാപ്പില ഒരുമിച്ചിടുക. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ഇടാം. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. 1.25 സ്പൂൺ ഇട്ട് കേട്ടോ. കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഞാൻ 2 സ്പൂൺ ഇട്ടു. കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടു. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇടുവാണേ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരിച്ചിരി കായപ്പൊടി ഇടുവാണ്. 1/4 സ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി ഇടുക. പെരുംജീരകം ഇട്ടിട്ടുണ്ട്, അത് കൂടാതെ ഇട്ടത്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ എല്ല്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് 2 വിസിൽ വരുന്നിടം വരെ വെച്ച് ഞാൻ അത് ഊറ്റിക്കളഞ്ഞു, ആ വെള്ളം കേട്ടോ. കാരണം ഒരുപാട് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആ നെയ്യ് അങ്ങ് ഊറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ 7 വിസിൽ വരുന്നിടം വരെ നമ്മൾ വെച്ച് വേവിച്ചു. ഇനി നമ്മളത് ഈ നമ്മുടെ ഇതിനകത്തോട്ട് ഇടാൻ പോവാം. ഇനി നമുക്കിത് അരപ്പും ഇതുമെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിക്കാം ഇതിനകത്ത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതിരുന്ന് വേകട്ടെ. നമുക്കിതൊന്ന് ഒന്നുകൂടെ ഇളക്കിയിടാം. ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കിയിട്ട് കേട്ടോ. നിങ്ങൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഇനി നമുക്ക് ഇച്ചിരി ലെമൺ ജ്യൂസ് ഒഴിക്കാം. നമുക്ക് ഇച്ചിരി മല്ലിയില ഇടാം. നമ്മുടെ എല്ലുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.